അടച്ചു. ഇനി ഉറങ്ങിക്കോ. സ്വപ്നത്തിൽ ഞാൻ വന്നേക്കാം. ആഹാ, എന്നെ കളിപ്പിച്ചതല്ലേ? ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ സ്വപ്നം കാണണമെന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. എന്റെ സ്വപ്നങ്ങൾ എനിക്ക് വേണ്ടത് ഉയരങ്ങളല്ല, നിന്നെയാ. ഞാനുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. അനുചേച്ചി, 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 അച്ഛമ്മേ. എത്ര നേരായെന്നറിയോ ഞാൻ അനുചേച്ചി അനുചേച്ചി നടന്നു വിളിക്കുന്നു. രാവിലെ ഒരു ചൂട് ചായ അനുചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടാറുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അടുക്കളയിൽ പോയി മേടിച്ചോളാം. അനു അടുക്കളയിലൊന്നും ഇല്ല. പിന്നെ ഇത്രയും നേരത്തെ എണീറ്റ് എവിടെ പോയി? എന്നോട് പോലും പറയാതെ. ഓ, അമ്പലത്തിൽ പോയോ? കുംഭകർണ സേവയ്ക്കിടെ അതൊന്നും അറിഞ്ഞില്ല അല്ലേ? ഏതൊന്നും? ഒരേ കട്ടിലല്ലേ നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങിയത്? അതെ, അതിനിപ്പോ എന്താ? എന്നിട്ട് രാത്രി മുഴുവൻ അവള് പനിച്ച് വിറച്ച് കിടന്നത് നീ അറിഞ്ഞില്ല അല്ലേ? അയ്യോ ഇല്ല. പനിയോ? തൊട്ടാ പൊള്ളുന്ന പനി. ഭാഗ്യത്തിന് ഞാൻ രാവിലെ അങ്ങോട്ട് വന്നപ്പോ കണ്ടു. ഉടനെ നിന്റെ അച്ഛനോട് പറഞ്ഞ് ആശുപത്രിയിലേക്ക് അയച്ചു. അയ്യോ, നീ അവിടെ കിടന്നു കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയതാ,